and Indrapalan's teams, now they will give us exact picture of the vehicle also. നമസ്കാരം. അങ്ങനെ 11ാമത്തെ ദിവസവും അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ നിരാശ. കൂടുതൽ സംവിധാനങ്ങൾ ശിരൂരിൽ എത്തിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. GPS വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എൻജിൻ ഓണാണ്. ഇതാണ് ലോറിക്കകത്ത് അർജുൻ ഉണ്ടെന്ന് കരുതാനുള്ള സാധ്യതകളും. കനത്ത മഴയും അതോടൊപ്പം തന്നെ പുഴയിലെ ശക്തമായ ഒഴുക്കുമാണ് 11ാം ദിവസവും ഏറെ വെല്ലുവിളിയായത്. ഏതായാലും ഇന്ന് ശനിയാഴ്ച ശക്തമായിട്ടുള്ള തെരച്ചിൽ നടത്തുമെന്ന് കർണാടക ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അർജുൻ സഞ്ചരിച്ച ഗംഗാവലി പുഴയിലെ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചെന്ന് കാൻവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ മാധ്യമങ്ങളോട് കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യക്തമാക്കിയിരുന്നു. ഐബോർഡ് ഡ്രോൺ പരിശോധനയിലാണ് നദിയിലെ മൺകൂനയ്ക്ക് അരികിൽ സിഗ്നൽ ലഭിച്ചത്. ചരിഞ്ഞ നിലയിലാണ് ട്രക്കെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. റഡാർ സോണൽ സിഗ്നലുകൾ കണ്ട സ്ഥലത്തു നിന്നാണ് ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. നേരത്തെ നദിയിൽ നിന്നും 3 സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ട്രക്കിൻ്റെയും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയ ടവറിൻ്റെയും സിഗ്നലുകളാണെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന നിഗമനം. 60 മീറ്റർ മാറി 5 മീറ്റർ താഴ്ചയിലാണ് ട്രക്കിൻ്റേതെന്ന് കരുതുന്ന സിഗ്നൽ ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചിത്രത്തിൽ ട്രക്കും ക്യാബിനും വേർപെട്ടിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം കാരണം തിരച്ചിലിൽ നാവികസേന ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നും മന്ത്രി അറിയിച്ചു. ഗംഗാവലി പുഴയിൽ നിലവിൽ ഒഴുക്ക് 6.8 നോട്ട്സാണ്. 3 നോട്ട്സിന് താഴെ എത്തിയാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ISROയുടെയും അതോടൊപ്പം തന്നെ നേവിയുടെയും സൈന്യത്തിൻ്റെയും സഹായത്തോടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. നിലവിൽ ട്രക്കുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് ശക്തമായതിനാൽ തന്നെ നേവിക്ക് ഡൈവ് ചെയ്യാൻ കഴിയുന്നുമില്ല. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. നദിയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനാണ് ആലോചനയെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. GPS വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എൻജിൻ ഓണാണ്. ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് കരുതാനുള്ള നിഗമനം. അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം തന്നെ പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറയുന്നുണ്ട്. ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ പുഴയോരത്തെ കണ്ടെത്തിയിരുന്നു. 300 അക്കേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നദിയിൽ 3 സ്പോട്ടുകളിലായിട്ട് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. 3ാം സ്പോട്ട് അർജുൻ്റെ ട്രക്കാവാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നും ദൗത്യസംഘം അറിയിച്ചു. 8 മീറ്റർ ആഴത്തിലാണ് സിഗ്നൽ ലഭിച്ചതെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ പറഞ്ഞിരുന്നു. അതേസമയം ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പോലും പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗംഗാവലി പുഴയിലേക്ക് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാനുള്ള റാമ്പ് നിർമ്മാണവും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ബൂം യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പുഴയുടെ തീരത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. റാമ്പ് നിർമ്മിച്ചുകൊണ്ട് വാഹനങ്ങളിൽ യന്ത്രങ്ങൾ എത്തിക്കാനാണ് പുതിയ നീക്കം. ശിരൂരിൽ കനത്ത മഴയും കാറ്റും മൂലം പുഴയിലെ അടിയൊഴുക്കും ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ പുഴയിൽ ഇറങ്ങാനാവൂ എന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. 3-4 നോട്ട്സ് ആണെങ്കിൽ പോലും സ്പോട്ടിലെത്തി റോപ്പ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നദിയിലുള്ളത്. വലിയ ഒഴുക്കാണ് പുഴയിലുള്ളത്. എന്നാൽ അർജുൻ്റെ ലോറി ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവാമെന്നും ഒരു ദൃക്സാക്ഷിയുടെ മൊഴി പുറത്തു വന്നിരുന്നു. ശിരൂർ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകി വരുന്ന വിറകൊക്കെ ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൗഡ എന്ന പ്രദേശവാസിയാണ് ഇക്കാര്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ വെളിപ്പെടുത്തിയത്. പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് ഗൗഡ. കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം തന്നെ മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നതും കണ്ടുവെന്നും ഇങ്ങനെ വന്ന ആ ടൺ കണക്കിന് മണ്ണ് അത് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ആ ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയതെന്നും അതിന് പിന്നാലെയാണ് ഈ തടി കയറ്റിയ ലോറി അത് പുഴയിലേക്ക് വീഴുന്നത് കണ്ടതെന്നുമാണ് നാഗേഷ് ഗൗഡ പറയുന്നത്. കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ലൈൻ പൊട്ടി അത് പുഴയിലേക്ക് വീണ ഉടനെ തന്നെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്നു. കരയിലേക്ക് ഇരച്ചു കയറി വീടുകൾ തകർത്തു. പിന്നീട് കുറേ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി.
കരയിലെ തെങ്ങുകളും എല്ലാം തന്നെ നശിച്ചു. തീരത്തുണ്ടായിരുന്ന 4 കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി. ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിൻ്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ തന്നെ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ല എന്നും നാഗേഷ് പറഞ്ഞിരുന്നു. ഇതോടെ ഇപ്പോൾ അർജുനെ കണ്ടെത്താനായിട്ട് തിരച്ചിലിനായിട്ട് കൂടുതൽ സംവിധാനങ്ങൾ ശിരൂരിൽ എത്തിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാൻ സഹായകരമാകുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് പെൻറ്റൂണുകൾ എത്തിക്കുന്നതായിരിക്കും. ശക്തമായ അടിയൊഴുക്കിനെയും കുത്തിയൊഴുകുന്ന നദിയെയും പ്രതിരോധിച്ച് രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ ഈ ഫ്ലോട്ടിംഗ് പെൻറ്റൂണുകൾ സഹായകരമാകുമെന്നാണ് കരുതുന്നത്. പൊങ്ങിക്കിടക്കുന്ന ചങ്ങാടം പോലുള്ള ഭാരമുള്ള പ്രതലമാണ് ഇവ. ട്രക്കുണ്ട് എന്ന സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ഈ സംവിധാനം എത്തിച്ച് മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ഡെൻഗി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഇവയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിലേക്ക് കുതിക്കാനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്. എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോൾ ഒഴുക്ക് കാരണം ബോട്ട് പലയിടത്തേക്കായിട്ട് ഒഴുകിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. വലിയ ഒഴുക്കുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഫ്ലോട്ടിംഗ് പെൻറ്റൂണുകൾ എത്തിക്കുന്നത്. ഏതായാലും ഇന്നത്തെ തിരച്ചിൽ നിർണായകമായിരിക്കും. And today we are receiving a pontoon of 10 tons capacity, and one more pontoon is there 25 ton capacity. That 10 ton capacity pontoon we are trying to keep it in the water, and we will go up to that point what our Indrabalan and our Navy and Army people have told, and there we will try to anchor it, and from there we will try to make the efforts of diving people. We are trying to go inside of the water, and we want to search our vehicle. And Indrabalan streams, now they will give us exact picture of the vehicle also, because they are working on that. First we are taking the initiation of that vehicle. Thereafter we are another 3 points we will try. All possibility we are given, because of some issues has been raised in session in Delhi that our Karnataka people are not working on this. But I am telling you, if only one person was there, then it may be wrong or right, we can predict that time. But in with our brother Arjun, another 2 people, you know that till they are missing, Jagannath and Lokesh. It indicates clearly that we have to put the efforts for our people or not. That I want to tell our Honorable Minister. That Baba and CM of Kerala also, I want to send this message through your TV and media, and as well as through our Minister and our all MLAs and this thing. And second thing important, our seabird Navy people told that we will try to dive, but the problem is the underwater current is 8 nautical miles. Today also they came and they have tried, and that has been explained by Indrabalan's people only to the sir, that when they were trying that time also the speed was 5.5 nautical miles, which was impossible. The person who can take the maximum limit up to 2 to 3 meter, no 3 nautical miles, but till 3.5 also they have told that we will work on this. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.